ഹലോ ഗായ്സ്, വെൽക്കം. അപ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ, ഞാൻ വിളിക്കുന്നത് അമ്മാമ്മയെന്നാണ്. അപ്പോൾ അമ്മാമ്മയുടെ വീട്ടിൽ നിന്ന്, അമ്മാമ്മയുടെ സ്വന്തം വീട്ടിൽ നിന്ന് അമ്മാമ്മയുടെ ആങ്ങളമാരുടെ ഭാര്യമാരും അനിയത്തിയും മക്കളും ഒക്കെ അമ്മാമ്മേനെ കാണാൻ വേണ്ടി വന്നു. അമ്മാമ്മയ്ക്ക് അൾഷിമേഴ്സ് എന്നൊരു രോഗമുണ്ട്. അതുകൊണ്ട് എല്ലാവരെയും മറന്നു പോകും. അപ്പോൾ അവർ വന്ന് ചോദിക്കുമായിരുന്നു, ഞങ്ങൾ ഓർമ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ശരിയല്ലോ, ഒരു ഓർമ്മയുണ്ട്, പക്ഷെ അത് ശരിക്കായിട്ട് കാണത്തില്ല. ചേച്ചിയുടെ ആരാ ഷിജോ? ഏറ്റവും ഇളയ ആങ്ങളുടെ പേരാ ഷിജോ അല്ലേ? മൂത്ത കുഞ്ഞാണ് ഷിജോ. ഇപ്പൊ നിന്റെ അടുത്തൊന്നും അങ്ങോട്ട് താഴ്ത്തണേ പോയത്. ദൈവമേ, എന്റെ കൊച്ചിനെ ഞാൻ മറന്നുപോയോ? ചേച്ചിക്ക് അറിയാം. വിളിച്ചാലും ശബ്ദം കേട്ടാലും അറിയാം ചേച്ചി. ചിന്നമ്മ ചേച്ചി, ഇതാരാ? നാളൊക്കെ വരുന്നുണ്ട്. ഇതാരാന്ന് പറ. അത് പൊട്ടിച്ച് മോളെ അടുത്ത അടയുണ്ട്. ചീത്തയാവും. ഇത് ബേബിയാ, ജോണിയുടെ ഭാര്യയാ. മൂത്ത 40. അതറിയാം. പിന്നെ അമ്മാമ്മയുടെ അടുത്തിരിക്കുന്നത് അമ്മാമ്മയുടെ സ്വന്തം അനിയത്തിയാണ്. പിന്നെ അന്നേരം അമ്മാമ്മയുടെ അനിയത്തി അമ്മാമ്മയുടെ ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അമ്മാമ്മയ്ക്ക് ആകപ്പാടെ ഓർമ്മയുള്ളത് പഴയ പാട്ടുകളുടെ വരികളും ഒക്കെയാണ് കൂടുതലായിട്ടും. അന്നേരത്തേക്കിനും അവർ ഒരു പാട്ട് പാടുകയാണ്.
പിന്നെ ഈ കാണുന്നത് അമ്മാമ്മയുടെ ഏറ്റവും ഇളയ നാത്തൂനാണ്. അത് കഴിഞ്ഞ് പിന്നെ അവരെല്ലാവരും അമ്മാമ്മയുടെ ചേച്ചിയുടെ വീട്ടിലേക്ക് പോയി. ഇവർ 3 പെൺമക്കളാണ്. അപ്പോൾ ഇവർ 3 പേർക്കും ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. ഇവർ പണ്ട് പള്ളിയിൽ പാട്ടൊക്കെ പാടുമായിരുന്നു. അമ്മാമ്മയുടെ അനിയത്തി ഇപ്പോഴും പള്ളിയിൽ പാട്ടൊക്കെ പാടുന്നുണ്ട്. അങ്ങനെ അമ്മച്ചിയുടെ അടുത്ത് ചെന്നിട്ട് അവർ പാട്ടൊക്കെ പാടിപ്പിച്ചു, വർത്താനമൊക്കെ പറയിച്ചു. പിന്നെ കുറച്ച് പേരെയൊക്കെ അമ്മച്ചിക്ക് അറിയായിരുന്നു. കാരണം അമ്മച്ചിക്കും ഇതുപോലെ തന്നെ അമ്മാമ്മയെ പോലെ തന്നെ മറവിയാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ മറന്നു പോവുകയൊക്കെ ചെയ്യും. പിന്നെ അമ്മച്ചിയോട് ഒരു പാട്ട് പാടാൻ പറഞ്ഞപ്പോൾ അമ്മച്ചി പാടിയ പാട്ടും അമ്മാമ്മ പാടിയ പാട്ട് സെയിം ആയിരുന്നു. അങ്ങനെ ഒരു വലിയ കോയിൻസിഡൻസ് സംഭവിച്ചു കേട്ടോ. ഒരു കിങ്ങിണി തുമ്പിൽ ആടിയിരുന്നലിഞ്ഞാടിടുന്നു സുമംഗലിക്കുരുവി എവിടെ ഇച്ചിരി ഉറക്കെ പഠിക്കാൻ. കഥ കൈമാറും നേരം തിരകളിലെങ്ങോ ഒരു കല്യാണമേളം ചൊടിയിനകിലില്ല മുളമുടം അകലെങ്ങാനും അകന്നുയരണം ഇനിയൊരു നാൾ സിന്ദൂരം. അപ്പോൾ ഇന്നൊരു നല്ല ദിവസമായിരുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.